വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ആനയെ മറ്റൊരു കാട്ടിലേക്ക് വിടുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല. ജനകീയ സമരം കൊണ്ട് കോടതി വിധിയിൽ മാറ്റമുണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. അങ്ങനൊരു കോടതി ഉത്തരവ് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് മറികടക്കാൻ ഇന്നത്തെ സ്ഥിതിയിൽ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വനം വകുപ്പ് ആ നിർദ്ദേശത്തിൻ്റെ പരിധിയിലാണ്. കോടതി നിർദ്ദേശിച്ചപ്പോൾ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നിന്ന പ്രദേശ വനങ്ങളാണ് നമുക്കുള്ളത് എന്നാണ് കോടതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതേസമയം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മാറ എംഎൽഎ കെ ബാബു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും അരിക്കൊമ്പനെ മറ്റൊരു കാട്ടിലേക്ക് മാറ്റുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്ന് പറയുന്ന വനമന്ത്രി, പക്ഷേ കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ, എങ്ങനെയാണ് കാണേണ്ടത്? രഞ്ജിനി, ഇന്ന് മന്ത്രി നൽകിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ്, പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്നുള്ളതാണ്. ഇത് നേരത്തെ ഇന്ന് ഈ വിഷയത്തിൽ നെന്മാറ എംഎൽഎ കെ ബാബു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ ഒരു തീരുമാനമായതിനു ശേഷം സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ നിലവിൽ അത്തരത്തിൽ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ പുനഃപരിശോധന ഹർജിയോ നൽകുന്നതിനേക്കാൾ നല്ലത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഉചിതം എന്നതാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ പറമ്പിക്കുളത്തേക്ക് ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൃശൂർ വാഴച്ചാലിൽ റോഡ് ഗതാഗതം ശരിയാക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചത്. പക്ഷേ അവിടുത്തെ പ്രാദേശികമായ എതിർപ്പിനെ തുടർന്ന് അത് നിർത്തിവെക്കേണ്ട സാഹചര്യവുമുണ്ടായി. വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറമ്പിക്കുളം മേഖലയിൽ ഉണ്ടാകുക. ഇന്ന് പറമ്പിക്കുളം DF ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതലമട പഞ്ചായത്ത് സർവകക്ഷിയുടെ യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് പുറമെ മുതലമടയിൽ MLA യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഊരുമൂപ്പന്മാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. MLA നൽകിയ ഹർജിക്കൊപ്പം കക്ഷി ചേരാനാണ് ഇവരുടെയും തീരുമാനം. 5 പഞ്ചായത്തുകളും മുതലമട പഞ്ചായത്തിന് പുറമെ നെന്മാറ, അയിലൂർ തുടങ്ങിയ നെല്ലിയാമ്പതി 5 പഞ്ചായത്തുകളും കേസിൽ കക്ഷി ചേരും. ഇവരെല്ലാം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വരാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിനായിരിക്കും മുതലമടയിലെയും അതോടൊപ്പം തന്നെ അതിന് സമീപത്തെ പഞ്ചായത്തുകളിലെയും ആളുകൾ തീരുമാനം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. വനംവകുപ്പ് അരിക്കൊമ്പനെ കൊണ്ടുവരുന്ന റോഡ് വെട്ടാനുള്ള നടപടികളടക്കം അവിടെ പുരോഗമിക്കുന്നു. പക്ഷേ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അത് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങളുമാകുന്നു. പല പഞ്ചായത്തുകളും ഹർത്താലിലേക്ക് നീങ്ങുന്നു. പ്രത്യക്ഷ സമരത്തിലേക്ക് അടക്കം കടന്ന സാഹചര്യമുണ്ട്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നടക്കം ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നടക്കം അവിടെ ഉയരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും നെന്മാറ MLA കെ ബാബു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമല്ലോ. സ്വാഭാവികമായും അവിടുത്തെ MLA ആണ്. MLA ഹൈക്കോടതിയെ സമീപിക്കും. അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കത്തിനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായും അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഉണ്ടാകുക. ഇന്നലെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർ MP രാജേഷും അതോടൊപ്പം കെ കൃഷ്ണൻകുട്ടിയും നടത്തിയ പ്രതികരണം ഇന്ന് ശശീന്ദ്രൻ നൽകിയ പ്രതികരണത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു. അതിൽ പറഞ്ഞത്, ഒന്ന്, ഹൈക്കോടതി നിലവിൽ പറമ്പിക്കുളത്തേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമില്ല, പക്ഷെ ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രസാദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നെന്മാറ MLA കെ ബാബു നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ കെ ബാബു, എന്തായാലും സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്നാണ് ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ നൽകിയില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധി എന്ന നിലയിൽ, അതുപോലെ തന്നെ ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന അവരുടെ ആദിവാസി സമൂഹത്തിന് വേണ്ടിയും അവിടുത്തെ മൂപ്പന്മാർ മുഖാന്തരവും ഹർജി ഇന്നലെ വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. MLA എന്ന നിലയിൽ അവിടെ സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. സമിതിയുടെ നേതൃത്വത്തിൽ റിവ്യൂ ഹർജിക്ക് പോകും. അത് ഉറപ്പായിട്ട് പോകും.
എന്തായാലും താങ്കൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ നൽകില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി MLA എന്ന രീതിയിൽ താങ്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം സർക്കാർ അതിന്റെ മാറാനുള്ള ഒരു നീക്കമാണോ കാണുന്നത്? തീർച്ചയായും. കാരണം സർക്കാർ തന്നെ നിർദ്ദേശം വെച്ചിരുന്നത് എന്താ, കോടനാടിലേക്ക് ആനയെ മാറ്റണം എന്നാണ് സർക്കാർ ഒരു നിർദ്ദേശം വെച്ചിരുന്നത്. അത് ആ സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഈ വിദഗ്ധ സമിതി ഇവിടെ തീറ്റയുണ്ട്, വെള്ളമുണ്ട്, അതിനപ്പുറത്തേക്ക് ഭൗതിക സൗകര്യങ്ങളെ കുറിച്ചോ ആനയുടെ ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാലാവസ്ഥയെ കുറിച്ചോ അവിടെയുള്ള ആദിവാസി സമൂഹത്തിന്റെ വീടുകൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്തെ കുറിച്ചോ ഒരു ബോധമില്ലാത്ത രൂപത്തിലേക്ക് ഈ സമിതി, ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിയുടെ അഭിപ്രായം വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കാണ്. ആന അതുകൊണ്ട് ഇപ്പോ പിന്നെ മറ്റേ വനാവകാശ വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരമുള്ള ആക്ട് ഒന്നും നമ്മളിവിടെ പ്രതിപാദിക്കുന്നതല്ല. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണ്ടേ? അത്രേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതിന് സുരക്ഷിതമായൊരു മാറ്റട്ടെ. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ, അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നതാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തായാലും ഈ ചിന്നക്കനാലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ RRT സംഘം അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അരുൺ സക്കറിയ ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ മറ്റു നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അല്ല, മറ്റു നടപടികളിലേക്ക് അവർ കടക്കട്ടെ. ഹൈക്കോടതിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? ഹൈക്കോടതിയിൽ ആ ചിന്നക്കനാലിലെ മറ്റേ പബ്ലിക് ഹിയറിംഗ് നടത്തണമെന്ന് ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞതാ. പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുള്ള ചിന്നക്കനാലിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു ജനപ്രതിനിധികളുമായിട്ടാ ഈ പ്രദേശത്ത് കൊണ്ടുവിടുമ്പോ ഇവിടുത്തെ ആദിവാസി സമൂഹത്തെയോ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയോ ഒരു ഹിയറിംഗ് നടത്തിയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ ഇത് കൊണ്ടുവിടാനുള്ള ദൂരം എന്ന് പറയുന്നത് എത്ര ദൂരം? അത് മാത്രമല്ല, ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും 300 കിലോമീറ്ററിന് അപ്പുറത്ത് കൊണ്ട് ആനയെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ പൂർവ്വസ്ഥലത്തേക്ക് അത് തിരിച്ചു പോകാതിരിക്കൂ. ഇത് 3.5 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ടോ തിരിച്ച് ചിന്നക്കനാലിൽ നിന്ന് എത്തും. എന്തുറപ്പായി ഇവർക്ക് ഇവിടെ കൊണ്ടുവിട്ടാലുണ്ടാവും എന്നുള്ളത്? ഈ പോകുന്ന വഴിയിലൊക്കെ ജനവാസമുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം. തൊട്ടടുത്ത് ഇപ്പൊ ഇവിടെ ഒരു കൊമ്പനും റേഞ്ചിൽ കൊണ്ട് വിടുന്ന അതിന്റെ തൊട്ട് 10 കിലോമീറ്ററും 8 കിലോമീറ്ററും 12 കിലോമീറ്ററും ചുറ്റളവിൽ പിന്നെ ആദിവാസി സമൂഹത്തിന്റെ 90 കുടുംബമുണ്ട് ഈ കുരിയാർവീട്ടി കോളനിയിൽ. അത് തൊട്ടപ്പുറത്ത് കച്ചിത്തോട് കോളനിയിലുണ്ട്. തീർച്ചയായും അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ആ നാട് നീങ്ങുന്ന അവസ്ഥയാണ് കാണുന്നത്. ശ്രീ കെ ബാബു, ഈ ചിന്നക്കനാൽ നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതി എത്തുന്നത്. അതിൽ ഇങ്ങനെ കോടതി ഇടപെടൽ ഉണ്ടാകുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഹൈക്കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ. അങ്ങനെ തന്നെ ആ തരത്തിൽ ഒരു വിദഗ്ധ സമിതി ഈ പറമ്പിക്കുളം മേഖലയിലും എത്തി കാര്യങ്ങൾ നാട്ടുകാരോടും ജനപ്രതിനിധികളോടും അടക്കം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെന്ന ഒരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, തീറ്റയുണ്ടെന്ന് പറഞ്ഞിട്ട് പറമ്പിക്കുളം അറിയപ്പെടുന്നത് എങ്ങനെയാ? അവിടെ തേക്ക് പ്ലാന്റേഷനാണ്. എന്ത് തീറ്റയാ തേക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ആനയ്ക്ക്? ഇവിടെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഈ ഒരു പറയുന്നത് പോലെ എന്തെങ്കിലും കിട്ടുക. അതിന് അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് തേക്ക് പ്ലാന്റ് ചെയ്ത ഒരു വനമേഖലയാണ്. അവിടെ സ്വാഭാവികമായി അവിടുത്തെ വന്യമൃഗങ്ങൾക്ക് തീറ്റ ലഭിക്കാത്തതിന്റെ ഭാഗമായി നിരവധി വന്യമൃഗങ്ങൾ കൂട്ടത്തോടുകൂടി ആനയൊക്കെ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന മുതലമട, എലവഞ്ചേരി, കൊല്ലംകോട്, നെന്മാറ, ഈലിട്ട്, നെല്ലിയാമ്പതിന്റെ പൂർണ്ണമായും മലനിരയോടാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയ പാലക്കാട് ജില്ലയിൽ 38 ആളുകൾക്കാണ് ജീവഹാനി ഉണ്ടായത്. 460 600 പേർക്കാണ് അതിന്റെ ഭാഗമായിട്ട് അപകടം പറ്റിയിട്ടുള്ളത്. അതാണ് അതിന്റെ വസ്തുത. പക്ഷേ ഈ വനം വകുപ്പ് ഈ പറമ്പിക്കുളം മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വഴിവെട്ടൽ നടപടിയിലേക്കടക്കം വനം വകുപ്പ് കടക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുന്ന സാഹചര്യമാണുള്ളത്. എങ്കിലും വനം വകുപ്പ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങളുടെ മുന്നിൽ ഉണ്ടല്ലോ. വനം വകുപ്പ് മുന്നോട്ട് വരട്ടെ. അവർക്കിപ്പോ ഈ ആന എവിടെയെങ്കിലും കൊണ്ടൊന്ന് വിട്ടിട്ടിയാൽ തലയിൽ നിന്ന് ഊരിയെന്നാണ്. പക്ഷെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ആര് മറുപടി? ജീവൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കോ? ജീവഹാനി ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ ഈ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയോ? വീട് നഷ്ടപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റും. ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് അനാഥമാകുക. അതെന്താ ബോധ്യപ്പെടാത്തത്? ആ ബോധ്യപ്പെടലിലേക്ക് കൊണ്ടുവരും ഞങ്ങൾ. അത് നോക്ക്
പോണല്ലോ അങ്ങനെ തന്നെ. ജനങ്ങളുടെ പ്രതിഷേധം അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വളരെയധികം നന്ദി. ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നെന്മാറ MLA കെ ബാബുവിന്റെ നീക്കം. അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അതേസമയം സർക്കാർ പുനഃപരിശോധന ഹർജി നൽകില്ല, കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് വനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, വലിയ ജനകീയ സമരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു. ചിന്നക്കനാലിൽ എന്താണോ സംഭവിച്ചത്, വിദഗ്ധ സമിതി അടക്കം അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. അതേപോലെ പറമ്പിക്കുളത്തും ഒരു വിദഗ്ധ സമിതി എത്തി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുകൂടിയാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ റേഡിയോ കോളർ എത്താത്തതിനാൽ അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യം വൈകും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യോഗവും മോക്ക് ഡ്രില്ലും GPS കോളർ എത്തിയതിനു ശേഷം മതിയെന്ന തീരുമാനത്തിലാണ് വനംവകുപ്പ്. അസം വനംവകുപ്പിന്റെ കൈവശമുള്ള GPS കോളർ കൈമാറുന്നതിന് ഇന്ന് അനുമതി ലഭിക്കുമെന്നാണ് സൂചന. ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ മയക്കുവെടിവെക്കാനുള്ള ദൌത്യം ഇനിയും വൈകാനാണ് സാധ്യത. GPS കോളർ എത്താത്തതാണ് നടപടികൾ വൈകാൻ കാരണം. ഇന്ന് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി യോഗവും മോക്ക് ഡ്രില്ലും നടത്തിയ ശേഷം നാളെ മയക്കുവെടിവെക്കാനായിരുന്നു വനം വകുപ്പിന്റെ നീക്കം. അരിക്കൊമ്പനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും അസം വകുപ്പിന്റെയും കൈവശമുള്ള GPS കോളർ എത്തിക്കാനാണ് വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നത്. എന്നാൽ കോളർ മാറ്റാൻ അസം വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചില്ല. ഈസ്റ്റർ അവധി ദിവസങ്ങളായതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്ന് അനുമതി ലഭിക്കുമെന്നാണ് കരുതുന്നത്. GPS കോളർ എത്തുന്നതനുസരിച്ച് മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്താനുള്ള തീയതി നിശ്ചയിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്ന ഹർജി കോടതി പരിഗണിച്ചാൽ അരിക്കൊമ്പനുള്ള മയക്കുവെടി വീണ്ടും നീളുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ചുരുളഴിക്കാൻ അന്വേഷണ സംഘം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാരൂഖ് സൈഫിയുമായുള്ള തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും. പ്രതിയെ എത്തിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഇന്നു തന്നെ തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? അങ്ങനെയെങ്കിൽ ആദ്യം എത്തിക്കുക എവിടെയായിരിക്കും? ഷൊർണൂർ എത്തിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഒപ്പം തന്നെ ഈ സുരക്ഷ ദേശീയ ശ്രദ്ധയടക്കം കിട്ടിയ ഒരു കേസാണ്. തീവ്രവാദ ബന്ധമടക്കം സംശയിക്കപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണം കൂടി ഏത് രീതിയിലാണ്? രഞ്ജിനി, ഇന്ന് പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പ്രതിക്ക് ഒരു ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അതായത് ഷാരൂഖ് സൈഫിക്ക് ഉദര സംബന്ധമായ അസുഖത്തിനുള്ള ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ തെളിവെടുപ്പുമായി മുന്നോട്ട് പോവുക. തെളിവെടുപ്പുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഷൊർണൂരിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അതായത് ഈ ട്രെയിനിന് തീ വെക്കാൻ ഉപയോഗിച്ച പെട്രോൾ വാങ്ങിച്ചിരിക്കുന്ന കൊളപ്പുള്ളി റോഡിലുള്ള പെട്രോൾ പമ്പിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം എലത്തൂരിലും ഒപ്പം തന്നെ കണ്ണൂരിലും തെളിവെടുപ്പുണ്ടാവും. ഇത് ഈ അടുത്ത ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഇന്നലെ പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി ഇറക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഇറക്കിയേക്കും എന്നുള്ളൊരു വിവരമുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പക്ഷേ നേരിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും ഈ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ. അതായത് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രതിക്ക് കോടതി നിർദ്ദേശിച്ചനുസരിച്ച് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുകയുള്ളൂ പ്രതിയെ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ ഇതിന്റെ അതായത് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളും കൂടുതൽ അന്വേഷണവും നടത്തുന്നുണ്ട്. എന്തായാലും പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ശരി, ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ തെളിവെടുപ്പ് ഒരുപക്ഷെ ഷൊർണൂരായിരിക്കാം. എസ് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാന പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു തന്നെ. കഴിഞ്ഞ ദിവസം 965 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ രോഗികളുടെ എണ്ണം 10,000-ന് മുകളിലെത്തി. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 11,574 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. പ്രായമുള്ളവരെയും കിടപ്പ് രോഗികളെയും കോവിഡിൽ നിന്നും സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴ ലഭിച്ചേക്കും. ഇന്നലെയും സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കിഴക്കൻ മേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇരട്ടപ്പാത നിർമ്മാണത്തിന് പിന്നാലെ വഴി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോട്ടയം നമ്പേലിക്കുന്ന് നിവാസികൾ. ടാങ്കറുകളിൽ കുടിവെള്ളമടക്കം കൊണ്ടുവരുന്ന വഴിയാണ് റെയിൽവേ അടച്ചത്. 40ഓളം കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിന് സമീപം കൊച്ചാപ്പള്ളി നമ്പേലിക്കുന്ന് നിവാസികൾക്കാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി വഴിയില്ലാതായത്. ആകെ ഉണ്ടായിരുന്ന വഴി പൂർണ്ണമായും ഇല്ലാതായി. പകരം തുറന്നു നൽകാമെന്ന് പറഞ്ഞ വഴി ഇരുമ്പുകുറ്റി നാട്ടി അടച്ചു. റെയിൽവേ അധികൃതർ വന്നേച്ച് നമ്മൾക്ക് ഇങ്ങോട്ട് കടന്നു പോരുന്ന വഴി അവിടെ വെച്ചുള്ളത് ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു അതിങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, കുടിവെള്ളം വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത വ്യക്തികളാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ തന്നെ ഒരു മെമ്മോറാണ്ടം എന്തെങ്കിലും പാസ്സാക്കി ഞങ്ങൾക്ക് തരുവാണേ ഇന്ന് തന്നെ ഊരി തരാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് തുറന്നു തരുന്നതിനായിട്ടുള്ള നിയമ നടപടികൾ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തേക്ക് അറിയിച്ചിട്ടില്ല. ഗതാഗതം മാത്രമല്ല, ഇവരുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. ജലക്ഷാമമുള്ള പ്രദേശമായതിനാൽ ടാങ്കറുകളിലാണ് ഇവിടേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. വഴിയില്ലാതായതോടെ കുടിവെള്ളം തലച്ചുമടായി കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. നേരത്തെ വെള്ളത്തിനൊക്കെ ആയിട്ടാണേലും വണ്ടി ഞങ്ങൾക്ക് ഇവിടെ താഴെ വന്നുകൊണ്ടിരുന്നതായിരുന്നു. ആ ടൈമിലാണ് ഒരു ആംബുലൻസിൻ്റെ വിഷയം പറഞ്ഞ് റെയിൽവേക്കാർ വന്ന് ഞങ്ങളുടെ റോഡ് അടയ്ക്കുകയും ഇങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്ക് തടസ്സപ്പെടുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ആശുപത്രി പോകണമെങ്കിൽ പോലും ഇവിടെ 2 റെയിൽവേ ട്രാക്കുണ്ട്. 2 റെയിൽവേ ട്രാക്കും കഴിഞ്ഞ് ആ ട്രാക്കിലൂടെ ഞങ്ങൾക്ക് കയറിപ്പോയാൽ മാത്രമേ പെട്ടെന്നൊരു ആശുപത്രി കേസ് കേട്ട് വന്നാൽ പോലും പോകാൻ പറ്റത്തുള്ളൂ. ആശുപത്രി ആവശ്യങ്ങൾ വേണ്ടി വന്നാലും ഇവർക്ക് ദുരിതമാണ്. വഴി വേണമെന്ന നിവേദനം വഴി റെയിൽവേയോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുകയാണ് തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ശംഖുമുഖം. അവിടുത്തെ അവധിക്കാല കാഴ്ചകൾ കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. തിരിച്ചുപിടിക്കാനാവാത്ത വിധം ശംഖുമുഖം തീരം ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. ആ കാലം കടന്നുപോയി. ഇപ്പോഴിതാ മുഖം മിനുക്കി അവധിക്കാലത്തെ വരവേൽക്കാൻ ശംഖുമുഖം ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഡെസ്റ്റിനേഷനുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പണ്ട് മുതലേ ശംഖുമുഖം കടപ്പുറം. ഓഖി തീരം കവർന്നതോടെ കടപ്പുറത്തിന്റെ മുഖഛായയാകെ മാറി. നാളുകൾ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ശംഖുമുഖം പഴയ പ്രസരിപ്പ് വീണ്ടെടുത്തു. തഴുകാനെത്തുന്ന തിരമാലകളെ നിറചിരിയോടെ സ്വീകരിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ശംഖുമുഖം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയതിന്റെ സന്തോഷവും ആരും മറച്ചുവെക്കുന്നില്ല. കോവിഡിന് മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് മാസത്തിൽ 2 ഞായറാഴ്ചയെങ്കിലും ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ സ്ഥിരം സന്ദർശന സ്ഥലമായിരുന്നു ശംഖുമുഖം. പിന്നീട് കോവിഡിന് ശേഷം ഇവിടുത്തെ അവസ്ഥയെ പറ്റിയൊക്കെ അറിഞ്ഞ് പിന്നെ ഞങ്ങൾ വരാനായിട്ട് മടിച്ചു. പിന്നെ ഇത്രയും ഒരു 2-3 വർഷത്തിന് ശേഷം ഇന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ വന്നപ്പോഴും ഞങ്ങൾ കരുതിയത് കടലിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലാതെ പുറത്തുനിന്ന് കടൽ കണ്ടിട്ട് നിരാശയോടെ പോകേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പഴയ പോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല. പണ്ടത്തെ പോലെ തന്നെ ആസ്വദിക്കാൻ പറ്റി. നടപ്പാതകളും കല്ലുകളാൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും അവധിക്കാലത്ത് കുരുന്നുകളെത്തിയാൽ ടോയ് ട്രെയിനുകളും കാറുകളും റെഡി. ഒരിടവേളയ്ക്ക് ശേഷം ശംഖുമുഖത്തുള്ള അവധിക്കാലത്തെ തിരക്ക് വഴിയോര കച്ചവടക്കാർക്കും സന്തോഷം നൽകുന്നതാണ്. ബീച്ച് ഇപ്പോൾ ഓപ്പൺ ആയതിനു ശേഷം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ആൾക്കാർക്ക് ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ ആരും കാണത്തില്ല. അവർ ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് വട്ടം കുറവാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരങ്ങളിലാണ് തിരക്കേറെയും. മഴ വില്ലനാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും ശംഖുമുഖത്തിന്റെ തിരിച്ചുവരവ് തലസ്ഥാനത്തിന് നൽകുന്ന സന്തോഷം ചെറുതല്ല. ന്യൂസ് 18 തിരുവനന്തപുരം.